ഹലോ ചങ്ങന്മാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ കാലത്തിന് ശേഷം നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ വരുന്നത്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സുധി, അതേമാതിരി അരുണ്, ഉണ്ണി, ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് വൈഫ്, മക്കൾ അവർ വന്നല്ലേ, അപ്പോൾ ഒന്ന് അടിച്ചു പൊളിക്കുന്ന നമ്മൾ ഒന്ന് ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. ഞങ്ങൾ നേരെ പോയത് ദുബായിലെ വാട്ടർ കനാലിലാണ്. അവിടെ പോകുമ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. ചെന്നതിന് ശേഷം ഇട്ടത് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നത്. ഈ ഒരു സംഭവങ്ങൾ ദുബായിലൊക്കെ ഉള്ള നിങ്ങളെ സുഹൃത്തുക്കൾക്ക്, നാട്ടിൽ നിന്ന് വീഡിയോ കാണുന്ന ആളുകൾ എന്തായാലും അയച്ചു കൊടുക്കണം. ദുബായിലെ സുഹൃത്തുക്കൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ദുബായ് വാട്ടർ കനാൽ, അതിലൂടെ പോകുന്ന ക്രൂയിസ്, അതൊക്കെ കരുതുന്നുണ്ടല്ലോ. നമുക്കൊന്നും കഴിയില്ല, അതൊക്കെ ഭയങ്കര ആഡംബരമാണ്. ഒരു ആഡംബരമില്ല. സീസണുകൾ 80, 85, 90, 100 ദിർഹംസിന് ആണിത് വരുന്നത്, അതായത് ഫുഡ് അടക്കം. ഞങ്ങളിത് പോയത് അൺസീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെറും 30 ദിർഹംസ് ഒരാൾക്ക് വന്നിട്ടുള്ളൂ. അതിൽ നടന്ന നല്ല ഗ്രാൻഡ് ഫുഡ്. ഞങ്ങൾ ഫസ്റ്റ് താഴത്ത് ഫ്ലോറിലാണ് ഇരുന്നിരുന്നത്, നേരെ അപ്സ്റ്റെയർക്ക് കയറി. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ നാട്ടിലെ രണ്ടാൾക്കാരെ കണ്ടെത്തിട്ടോ. ഒരു ഭാര്യയും ഭർത്താവും. നമ്മളെ നാട്ടുകാരാണ്, നമ്മളെ കൂട്ടുകാരൻ്റെ ഒക്കെ ഇഷ്ടമാണ്. അതിനുപരി എൻ്റെ പെങ്ങളെ മകളെ കല്യാണം കഴിച്ചിട്ടുള്ള ഇയാൾ അനിയനാണ്. ലാസ്റ്റ് ഇരിക്കുന്ന രണ്ടുപേരായിട്ട് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ നല്ല ഫുഡ്, നല്ല ഗ്രാൻഡ് ഫുഡ് തന്നെയായിരുന്നു. ബഫേ ഫുഡ് ആയിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്തു. മിന്നൊക്കെ നല്ല കഴിക്കലാണ്, വെട്ടി വീങ്ങാണ്. കണ്ടിട്ട് തന്നെ ബുർജ് ഖലീഫിൻ്റെ ഒക്കെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ കണ്ടില്ലേ. ബുർജ് ഖലീഫ കുറച്ച് ലോങ് ആണെങ്കിലും നമ്മൾ ആ ഒരു ദുബായിൻ്റെ വ്യൂ ശരിക്കും നമുക്കവിടെ ആസ്വദിക്കുക എന്നുള്ളതാണ്. അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ശരിക്കൊന്നും ഇങ്ങനെ കണ്ടു. അപ്പോൾ വളരെ കുറഞ്ഞ പൈസ വരുന്നുള്ളൂ. ഇത് ഒന്നുമില്ല, ഗൂഗിളിൽ കയറിയിട്ട് ജസ്റ്റ് ദുബായ് കനാലിൽ നിന്നോ വാട്ടർ കനാലിൽ നിന്നോ എന്തെങ്കിലും അടിച്ചാൽ മതി. ബാക്കി ഉള്ള ആഡ് വരുന്നത് ഇതിനെക്കുറിച്ച് തന്നെയാണ്. അതിൽ ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ ടിക്കറ്റ് ചൂസ് ചെയ്യുക. ഇന്ന കമ്പനിയൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങളെടുത്തത് അതിലാണെങ്കിൽ നല്ല പാട്ടും കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ഡാൻസൊക്കെ എടുത്ത് നമ്മുടെ കുട്ടികളുടെ മക്കളെ കൂടെ ഡാൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വൈബ്. ഇതാണ് എൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് കാണിക്കുന്ന ഒരു വൈബ് എന്ന് പറയുന്നത്. താഴത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ കുറേ ടൂറിസ്റ്റുകൾ ഇരിക്കുന്നത് കണ്ടില്ലേ. ഞങ്ങൾ നേരെ ഫസ്റ്റ് താഴത്താണ് ഇരുന്നിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഒന്നുകൂടി വൈബ് കിട്ടാൻ വേണ്ടിയാണ് മുകളിൽ പോയത്. അങ്ങനെയായിട്ടൊരു സൂപ്പർ സ്ഥലം, സൂപ്പർ സംഭവങ്ങൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ LED ഡാൻസ്, അതുപോലെ തന്നെ അവരെ ബെല്ലി ഡാൻസ് എന്നൊക്കെ പറഞ്ഞ ഡാൻസ്. തൊട്ടപ്പുറത്ത് കൂടെ പോകുന്ന ക്രൂസുകളാണ് ഈ കാണുന്നത്. നല്ല ഭംഗി തന്നെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണത്. സുധീഷൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആട്ടോ. നമ്മളിതിലിരിക്കുമ്പോൾ കരുതും ഇത് പോകുന്നില്ല, അതിങ്ങനെ നിൽക്കാന്ന് തോന്നും. പക്ഷെ അത് പോകുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. കണ്ടില്ല, റണ്ണിങ് ഒക്കെ ഭയങ്കര സ്പീഡ് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കുറഞ്ഞ പൈസക്ക് ഫുഡൊക്കെ കണ്ടില്ല അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മുകളിൽ നമുക്ക് സെറ്റ് ചെയ്ത് നമ്മൾ കഴിച്ചു. നേരെ താഴത്ത് കാണിക്കുന്ന ഫുഡാണ് കാണുന്നത്. ആളുകളെല്ലാം ബുർജ് ഖലീഫിൻ്റെ വ്യൂ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. കണ്ടു, പൊന്നൊക്കെ കണ്ടില്ലേ, ബുർജ് ഖലീഫിൻ്റെ ആ ഒരു വ്യൂ കണ്ട് ആസ്വദിക്കുകയാണ്. അങ്ങനെ ഭയങ്കര രസമായിട്ട് തന്നെ ഞങ്ങളിത് എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം എല്ലാവരോടും പറയാനുള്ളത് ഇത് കാണുക. എല്ലാവരും ഇതാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഡാൻസ് എന്ന് പറഞ്ഞത് നമ്മൾ മറ്റേ ഡെസേർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഡാൻസുകൾ. ഈ ഡാൻസിന് എന്തൊരു പേരുണ്ട്, എന്താ അതുപോലെ അവരുടെ LED ഡാൻസ്. LED ഡാൻസ് ഒന്നും ഒരു രക്ഷയില്ല. കാരണം നല്ല ചൂടിൽ അവർ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കളിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഇതാ കണ്ടില്ലേ, ഒരു എന്താണ് കാട്ടുള്ള കാണാൻ. അവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കുട്ടീൻ്റെ ബർത്ത്ഡേ വന്നു. ഞങ്ങളെല്ലാവരും കൂടെ കൂടി എൻജോയ് ചെയ്തു. അവർ കേക്കൊക്കെ കൊണ്ടുവന്നു ഭയങ്കര സെറ്റപ്പിൽ. ഞങ്ങളെല്ലാവരും അവർക്ക് വിഷ് ചെയ്തു. ബോട്ടിലുണ്ടായിരുന്ന എല്ലാവർക്കും ഒരു വിഷ് ചെയ്ത് കണ്ട് തന്നെയാണ് എൻജോയ് ചെയ്ത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് തന്നു. ആ ബോട്ടിൽ എല്ലാവർക്കും അവർ കേക്ക് കഷ്ണങ്ങൾ മുറിച്ച് കൊടുത്തു. നമ്മുടെ ദുബായിൻ്റെ ലൈബ്രറിയൊക്കെ അടിപൊളിയായിട്ട് കാണാം, വ്യൂ പോയിന്റ്. അതുപോലെ നല്ല നല്ല ബിൽഡിങ്ങുകളൊക്കെ നല്ല LED സെറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും പോയി കാണുക, കുറഞ്ഞ പൈസയേ ഉള്ളൂ. ഇപ്പോൾ സീസണിൽ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയണമെന്നില്ല. അൺസീസൺ ടൈമിൽ എല്ലാവരും പോയി കാണുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.